ഉപയോഗശൂന്യമായ ഷൂവിലും ബൾബിലും ഡിസ്പോസിബിൾ ഗ്ലാസ്സിലുമെല്ലാം പൂക്കളാണ്. പ്ലാസ്റ്റിക് അല്ല, എല്ലാം ഒറിജിനൽ. മലപ്പുറം ആദവനാട്ടെ ലൈലയുടെ വീട്ടിൽ ചെടികൾക്ക് മാത്രമല്ല പാഴ്വസ്തുക്കൾക്കും വസന്തകാലമാണ്. വിറകായി കത്തിക്കാൻ പാകമായ മരത്തടിക്ക് പോലും പ്രത്യേക ഭംഗി. ചാരമായി എരിയാൻ നിന്ന മരത്തടി കിളിർത്തു നിൽക്കുന്നു. അത്ഭുതമാണ്. മരത്തടി ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് കിളിർത്തു വന്നതല്ല, മരത്തടിക്കിടയിൽ വെച്ച മോസ് ചെടിയാണ്. എങ്ങനെയെന്നത് ലൈല തന്നെ പറയും. അതിൽ ചാണകപ്പൊടി, മണ്ണ്, മണല് അത് മിക്സ് ചെയ്തിട്ട് അതിൽ ചെടികൾ നടുകയും ചെയ്യുന്നു. ആ പരീക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണ വേസ്റ്റായി കിടക്കുന്ന കുപ്പികൾ, അതേപോലെ ഷൂ, പിന്നെ അങ്ങനെ ബൾബ്, അങ്ങനെ ഒരുപാട് മരത്തിൻ്റെ തടികൾ, ഇത് എല്ലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മുടി പോലെ കിടക്കുന്ന ഈ നാരുകളും ഒരുതരം മോസ് ചെടിയാണ്. വൈവിധ്യങ്ങൾ തീരുന്നില്ല. വിവിധ ഇനം അഗ്ലോണിമയും കാക്ടസും ബിഗോണിയയും ഓർക്കിഡുകളും ലൈലയുടെ പൂന്തോട്ടത്തിലുണ്ട്. 20-ലധികം ഓർക്കിഡുകളാണ് ഇവിടെയുള്ളത്. ഓർക്കിഡ്, ഡെൻഡ്രോബിയ ഉണ്ട്, ഫെലനോപ്സിസ് ഉണ്ട്, വാൻഡ, മൊക്കാറ, കാറ്റ്ലിയ, പിന്നെ മിനിയേച്ചർ ഓർക്കിഡ് ഉണ്ട്, ഡാൻസിങ്ങുകളുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. വെർട്ടിക്കൽ ഗാർഡനിങ്ങും ഒരുക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ ചെടികളോടുള്ള പ്രണയമാണ് വീട്ടമ്മയായ ലൈലയെ കർഷകയാക്കിയത്. വില കൂടിയ ഇനം ചെടികൾ ചെറിയ തോതിൽ വിൽപ്പനയും നടത്തുന്നുണ്ട്. വീട്ടുജോലി തിരക്കിനിടയിലും ഇവർ ഗാർഡനിലെത്തും. എല്ലാ സഹായങ്ങൾക്കും ഭർത്താവ് കുഞ്ഞുമൊയ്തീനും കൂടെയുണ്ട്. ദിവസവും 2 മണിക്കൂർ പൂന്തോട്ടത്തിൽ ചെലവഴിക്കും. വീട്ടിലുണ്ടാക്കുന്ന വളങ്ങളാണ് ഇടുന്നത്. വളങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചാണകപ്പൊടി ഇത്, പിന്നെ ഓർക്കിഡിനൊക്കെ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കും. ഓർക്കിഡിൻ്റെ വളങ്ങളുണ്ട്, കൊടുക്കും. ഫിഷ് അമിനോ ആസിഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ്. മറ്റൊരു വളം കൊടുക്കും. പിന്നെ ഇതിൻ്റെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ വെർമി വാഷ് അത് അടിച്ചു കൊടുക്കും ഓർക്കിഡിനൊക്കെ. നല്ല ചെടികളെ കൂടാതെ മറ്റു അപൂർവ ഇനങ്ങളായ സ്വീറ്റ് അമ്പാഴങ്ങ, സോർ ഫ്രൂട്ട്, ഔഷധ സസ്യങ്ങളായ ദിനോസ്പോറ ക്രിസ്പ തുടങ്ങിയവയും ഇവിടെയുണ്ട്. ഒപ്പം പച്ചക്കറി കൃഷിയും. ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കറി ചെടികളിൽ കീടങ്ങളുടെ ആക്രമണത്തിന് പുളിയുറുമ്പിൻ കൂടുകളും വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കാറില്ല. തക്കാളി, പച്ചമുളക്, ചീര, പിന്നെ പയറ് എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറ്. വെർട്ടിക്കൽ ഗാർഡൻ്റെ രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് കുപ്പികൾ വെച്ചിട്ട് വെർട്ടിക്കൽ ഗാർഡൻ്റെ ഇതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചെങ്കല്ല് നിറഞ്ഞ ഉറച്ച മൺപ്രദേശമാണ് ഇവിടം. എങ്കിലും എല്ലാത്തിനോടും പൊരുതി വസന്തകാലം വിരിച്ചെടുക്കുകയാണ് ഈ വീട്ടമ്മ. എല്ലാ കാലത്തും വേനലിൽ പോലും ഈ വീട്ടുമുറ്റത്ത് വസന്തമാണ്. ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.